ബി ജെ പി, അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിക്ക് ഇന്ത്യയിൽ മൊത്തം വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പല വിമർശനങ്ങളും വരുന്നത്. അതെത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. എങ്കിൽ പോലും ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ കേരളത്തിൽ അതിൻ്റെ സാധ്യതക്കനുസരിച്ച് വളർന്നിട്ടുണ്ടോ? അങ്ങയുടെ ഒരു പേഴ്സണൽ വിലയിരുത്തലാണ്. നോക്കൂ, ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിൻ്റെയൊക്കെ വളർച്ച നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് എതിരായ ഒരു ചുറ്റുപാടുകൾ, അതിൻ്റെ ഒരു ചുറ്റുപാടുകൾ എന്തായിരുന്നു, അത് വളരാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് നേരിടുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ വളർച്ചയുമായിട്ട് കേരളത്തിൻ്റെ വളർച്ചയെ താരതമ്യം ചെയ്യരുത്. കാരണം കേരളത്തിൽ ബി ജെ പി എതിർക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടിയെ മാത്രമാണെങ്കിൽ, കേരളത്തിൽ ബി ജെ പി എതിർക്കുന്നത് ഒരു മോർ ദാൻ ഒരു 20-25 ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇരു മുന്നണികൾ. ശരിക്കും രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞങ്ങളെ ബി ജെ പി എതിർക്കുന്നത് കൂടുതലും ഇവിടുത്തെ മാധ്യമങ്ങളാണ്. എല്ലാ മാധ്യമങ്ങളും, ജനമോ അല്ലെങ്കിൽ ജന്മഭൂമി അല്ലെങ്കിൽ ചില താങ്കളുടെ പോലുള്ള ചില ചാനലുകൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ മുഴുവൻ മാധ്യമങ്ങളും അതിശക്തമായി തെറ്റായ രീതിയിൽ ബി ജെ പി എതിർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ, ജാതി സംഘടനകൾ എല്ലാം എതിർക്കുന്നു ഇല്ലേ? 99% ഞങ്ങളെ അനുകൂലിക്കുന്ന സംഘടനകളൊക്കെ വളരെ റെയറാണ്. അപ്പോൾ ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ബി ജെ പി ഒരടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ സമൂഹവും അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ബി ജെ പിയുടെ വിജയത്തെയോ വളർച്ചയോ കാണുന്നില്ല. അപ്പോൾ നോക്കൂ, തൃശ്ശൂർ ബി ജെ പി വിജയിച്ചു. അത് സുരേഷ് ഗോപിയുടെ വിജയമാണെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി മാത്രം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുരളി വിജയിച്ചില്ല? ONV കുറുപ്പും വിജയിച്ചില്ലല്ലോ. അതൊക്കെ ഒരുപാട് നടന്മാർ തോറ്റിട്ടുണ്ടല്ലോ. അപ്പം സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഓഫ് കോഴ്സ് അത്തരത്തിലുള്ള ഒരു നേട്ടമുണ്ട്. പക്ഷേ ആ 7 മണ്ഡലങ്ങളിലും ബി ജെ പി ചെയ്ത പ്രവർത്തനത്തെ ചുരുക്കി കാണാൻ പറ്റില്ല. തീർച്ചയായും. പിന്നെ മറ്റുള്ള പല മണ്ഡലങ്ങളിലും ആ സമയത്ത് ഇപ്പോൾ മുരളിയേട്ടനായാലും അതേപോലെ തിരുവനന്തപുരത്തായാലും എല്ലാം ഞങ്ങൾ ശക്തമായ പ്രകടനം കാണിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു. ഞാനത് പറയാൻ വരുമായിരുന്നു. ആലപ്പുഴയിലൊക്കെ അത്ഭുതകരമായിരുന്നില്ലേ വികസനം. എത്ര മണ്ഡലങ്ങൾ കടപുഴുകി പോകുമെന്നപ്പോൾ ഭയന്നിരിക്കുകയാണ്. സത്യം. എത്ര മണ്ഡലങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട്, ഒരു പ്രതിപക്ഷത്തിരിക്കാൻ പോലുമല്ല, ഭരണത്തിൽ ഏറാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ശ്രമിക്കേണ്ടത്. അതിന് തക്ക ഒരു കാലഘട്ടമായിരിക്കുന്നു, ഒരു സംശയവുമില്ല. കാരണം എത്രയേറെ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 30,000-ലേറെ വോട്ടുണ്ട്. 10-15 മണ്ഡലങ്ങളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത്, വളരെ അടുത്ത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും 1ാം സ്ഥാനത്ത്. അത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ BDJS പോലുള്ളൊരു പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ളൊക്കെ ചെറിയ പാർട്ടികളാണല്ലോ. അപ്പോൾ ഒരു സഖ്യകക്ഷി കൂടെ വന്നാൽ ബി ജെ പിക്ക് ഭരണത്തിലെത്തുക അത്ര അസ്വാഭാവികമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമൊന്നും അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ ഭയക്കുന്നത്. തീർച്ചയായും. ഒരു സഖ്യകക്ഷി പോലും ഇല്ലാണ്ട്, അല്ലെങ്കിൽ BDJS പോലുള്ളൊരു സഖ്യകക്ഷിയെ മാത്രം വെച്ചുകൊണ്ട് അതിശക്തമായി ബി ജെ പിക്ക് കേരളം മുഴുവൻ, ഇപ്പോൾ 1-2 ജില്ലകളിൽ മാത്രമേ അല്പം ഒരു ചെറിയ കുറവ് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ മറ്റുള്ള എല്ലാ ജില്ലകളിലും ഞങ്ങൾ ശക്തമായി മുന്നേറുന്നു. ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതായത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയെ എങ്ങനെയെങ്കിലും എതിർത്ത് തോൽപ്പിക്കുക എന്ന് വരുമ്പോൾ ഈ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളെല്ലാം ഒരുമിക്കുന്നത് പോലെ SDPIയും വെൽഫെയർ പാർട്ടിയും ഈ പറയുന്ന ഏതൊക്കെ പാർട്ടികളുണ്ടോ അതെല്ലാം ഒന്നിക്കുകയാണ്. അവിടെ അവർ ഒന്നിക്കുമ്പോൾ അതൊരു മതേതര പക്ഷമാണ് ഈ ബി ജെ പിക്കെതിരെ നിൽക്കുമ്പോൾ. അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതാണ് ഇവിടെ ബി ജെ പിക്ക് ഒരു വലിയ പ്രതിബന്ധമായി മുന്നിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് യഥാർത്ഥത്തിലുള്ളതല്ലേ? താങ്കൾ പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കാണുന്നു. ഒന്ന്, ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുമ്പോൾ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഇപ്പോൾ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ CPIയെയോ ലീഗിനെയോ എതിർക്കാൻ ബുദ്ധിമുട്ടില്ല. എതിർക്കേണ്ടതാണ്. അവരെ എതിർത്ത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതും. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള എതിർപ്പുകളെ കാണുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി തങ്ങളെ വിമർശിച്ചാൽ അത് വിമർശിക്കാൻ പാടില്ല. പിണറായി ആണെങ്കിൽ പോലും വിമർശിച്ചാൽ അത് പാടില്ല. പക്ഷേ യോഗി ആദിത്യനാഥിനെ വിമർശിക്കാം. അതെന്ത് രാഷ്ട്രീയം? അത്
യോഗിയെ നിശിതമായി വിമർശിക്കാം. അദ്ദേഹവും ഈ പറയുന്ന അവിടുത്തെ ഒരു പ്രമുഖ സന്യാസി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അധിപനാണ്. ഇദ്ദേഹവും അതേപോലെ അധിപനാണ്. ഇദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഒരു ഫേവറിസം വേണ്ട ഒരു മാന്യമായ നടപടിയോ ബി ജെ പിക്ക് അനുകൂലമായിട്ടില്ല. ഒന്ന്. രണ്ട്, ബി ജെ പി എതിർക്കുക എന്നുള്ളതല്ല ഇവർ ചെയ്യുന്നത്, ഭാരതത്തെ എതിർക്കുക എന്ന് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിൽ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, SDPIയുടെ ഒരു കാര്യം പറഞ്ഞു. ഈ വിധ്വംസക ശക്തികളെല്ലാം ബി ജെ പിയെ എതിർക്കുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെയും ഇന്ത്യ വളരുന്നു എന്നുള്ള രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ട് ഈ SDPI ആയാലും മറ്റു പല സംഘടനകളായാലും അവർ മാത്രമല്ല, അവർ വെറും മുഖം മൂടികളോ മാത്രമാണ്. ഇവരുടെ പുറകിൽ മറ്റ് രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളിലെ ഒരു വിഘടനവാദികളായ സംഘടനകളോ അവരുടെ ശക്തികളോ ആണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോലും പുറകിൽ സോറോസാണ്. അതെ. ഒരു വലിയ രാജ്യവും ആ രാജ്യത്തിലെ വലിയ ശക്തികളും അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ശക്തികളും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കുവാൻ ഈ കേരളത്തിൽ പോലും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ അവർ എത്രമാത്രം ഭയക്കുന്നു. മറ്റ് രാഷ്ട്രീയ വിദേശ ശക്തികൾ, ഡീപ് സ്റ്റേറ്റ് അടക്കം. അതിപ്പോൾ ബംഗ്ലാദേശിൽ നടന്നത് തന്നെയല്ല. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കേരളത്തിൽ മുഴുവൻ റെയിൽവേ ലൈനുകളിൽ ഈ കുറേ നാളായി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, വന്ദേ ഭാരതിനെതിരെ നടന്ന നിരന്തരമായ കല്ലേറുകൾ, ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഭ്രാന്തന്മാർ ചെയ്താണ്, ഏതെങ്കിലും കത്തിച്ചതൊക്കെ ചെയ്താണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഡീപ്പ് സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ചാരസംഘടനകളുടെ മുഖം മൂടികളായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഒരട്ടി മുന്നോട്ട് വയ്ക്കാൻ ഇത്രയേറെ ഭയം അല്ലെങ്കിൽ ഇത്രയേറെ ഒരു സമയമെടുക്കുന്നതും അല്ലെങ്കിൽ കാലതാമസം എടുക്കുന്നതും. അതുകൊണ്ട് ബി ജെ പി എതിർക്കുന്നത് കോൺഗ്രസിനെയോ CPM അല്ല. ബി ജെ പി ഈ കേരളത്തിൽ പോലും വേട്ടയാടപ്പെടുന്നത് വേട്ടയാടപ്പെടുന്നത് ചൈനയും CIA-യും അതുപോലുള്ള ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണസമ്പത്തിനെയും പെട്രോൾ ഡോളറിനെയൊക്കെ ഞങ്ങൾക്ക് മറികടക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമയം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ. കാരണം എല്ലാ വിധ്വംസക ശക്തികളും ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരും അതിശക്തമായിട്ട് തന്നെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഓരോ ചുവടും ഞങ്ങൾക്കൊരല്പം സമയവും അല്ലെങ്കിൽ എടുക്കേണ്ടി വരും, സൂക്ഷിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു, കൂടുതൽ കർമ്മശേഷി കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു സംശയവുമില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രൂവ് ചെയ്തു, പല മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രൂവ് ചെയ്തു. ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണയിൽ ഞങ്ങൾ കുറയേണ്ടതാണ്, പക്ഷേ ഒരു സംശയവുമില്ല, ചേലക്കരയിലടക്കം വോട്ട് ഒരുപാട് വർദ്ധിപ്പിച്ചു. അതെല്ലാം യഥാർത്ഥത്തിൽ രാഷ്ട്രീയം സൂക്ഷ്മതയോടെ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ബി ജെ പി വളരുകയാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്ര ഒഴുക്ക് ബി ജെ പിയിലേക്ക് വരുന്നത്. രാഷ്ട്രീയത്തെ ഒരു ഉപജീവന മാർഗമായി കാണാത്ത ആളുകൾ ബി ജെ പിയിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, ബി ജെ പിയിലേക്ക് അടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിലേക്ക് അടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എതിർപ്പും അവർ പണമൊഴുക്കി ബി ജെ പിയെ തകർക്കുവാനുള്ള ശ്രമത്തിലാണ്. അതും ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അങ്ങയോട് വേറൊരു കാര്യം ചോദിക്കാൻ വിചാരിക്കുന്നത്, അതായത് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങൾ, അതായത് ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ, ഇസ്കൂണിൻ്റെ പ്രവർത്തകർക്ക് നേരെ, സന്യാസികൾക്ക് നേരെ ഒക്കെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു, വംശഹത്യ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വഖഫിൻ്റെ പ്രശ്നം, ഈ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ നമ്മൾ ഇവിടെ കണ്ടല്ലോ, അതായത് പാലസ്തീനിൽ ഹമാസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞ ശശി തരൂരിന് വരെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. അത്തരത്തിൽ ഏതൊരു പ്രശ്നത്തിനും അഭിപ്രായം പറയുന്ന ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നു തള്ളുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല, വഖഫിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഭാരത പാരമ്പര്യം, ഞാനത് പറയുമ്പോൾ ഒന്നും കൂടി പറയാം. അതായത് കഴിഞ്ഞ CBSEയുടെ തന്നെ ഒരു ചാനലിൽ ഇരുന്ന് ഒരു യോഗയുടെ ഒരു ആചാര്യൻ പറഞ്ഞു, യോഗ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അടിയിൽ വന്ന് വിളിക്കുകയാണ്, ഇവൻ യോഗ ഇവൻ സംഖ്യയാണ്. അതായത് ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ, ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നവർ മൊത്തം സംഖ്യകളാണ് എന്നുള്ള ധാരണ പരത്തുകയും മറ്റുള്ള സ്ഥലത്തേക്ക് എന്തെങ്കിലും തരത്തിൽ ഹിന്ദുവിനൊരു ആക്രമണം വരുമ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇടത് വലത് മുന്നണി ഇവിടെ കാണുന്നുണ്ട്. അത് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതിനനുസൃതമായി BJP അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിപ്പോൾ ഈ എല്ലായിടത്തും ഇത്തരത്തിലുള്ള അമേരിക്കൻ ഇടപെടലുകളും ചില സ്ഥലത്ത് ചൈനീസ് ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബംഗ്ലാദേശിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഉണ്ടാകുന്നത് മറ്റൊരു തരത്തിലാണ്.
കേരളത്തിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ഒരു ആക്രമണം നമ്മൾ ഉടനെ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ലോകത്തിലെല്ലായിടത്തും ഈ ടൂറിസം എല്ലാം വളരുന്നതും അല്ലെങ്കിൽ എല്ലാ നമ്മൾ മോണമെൻറ്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പഴയ ചരിത്ര കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെയല്ലേ സത്യത്തിൽ നമ്മളുടെ ആചാരങ്ങളും സംരക്ഷിക്കേണ്ടത്? അതെ, അതും അതിൻ്റെ ഭാഗമല്ലേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃകം, നമ്മുടെ ജീവിതത്തിലെ പൈതൃകവും. പക്ഷേ നോക്കൂ, ആക്രമണം എങ്ങോട്ടാണ് കോടതിയുടേതായാലും ഇവിടുത്തെ മറ്റുള്ള മൃഗസ്നേഹികളുടേതെല്ലാം അപകടം അല്ലെങ്കിൽ ആക്രമണം ഒരു വിഭാഗത്തിന് നേരെയാണ്. അവരുടെ പൈതൃകം നശിക്കുന്ന രീതിയിലാണ്. കൊടുങ്ങല്ലൂരിലെ കോഴിവെട്ട് ഉൾപ്പെടെ എല്ലാം അത്തരം. പക്ഷേ അത് മറ്റുള്ള ഒരു ആടിനെ വെട്ടിയാൽ കുഴപ്പമില്ല. ആടിനും ആനയ്ക്കും എന്താണ് ഇത്രയേറെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇത്ര വ്യത്യാസം? അതെ. അപ്പോൾ ഇത് നോക്കൂ, ഇതെല്ലാം വളരെ മൈന്യൂട്ടായി നിങ്ങളിലേക്ക് ഈ വ്യക്തിബോധം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത് ദേശീയതാ വിരുദ്ധ മനോഭാവമാണ്. അതിൻ്റെ തന്നെയായിരുന്നു ശബരിമലയിലെയും പ്രശ്നം. അതെ, നമ്മളെ ഒരു ജനതയെ, ദേശീയ ജനതയെ, അവർ വിശ്വസിക്കുന്ന ആചാരങ്ങളെ, അവരുടെ പൈതൃകത്തെ എല്ലാം തകർക്കുക. ഒരു ചൊല്ലുണ്ടല്ലോ, നിങ്ങളുടെ കഥകളെ ഇല്ലാതാക്കുക, കഥകൾ വിഷലിപ്തമാക്കുക. ജനത സ്വയം നശിക്കും. റൈറ്റ്, സത്യം. അങ്ങനെ നിങ്ങളുടെ വിശ്വാസങ്ങളെ, നിങ്ങളുടെ ആചാരങ്ങളുടെ, നിങ്ങളുടെ കഥകളെ, നിങ്ങളുടെ പൈതൃകത്തെ എല്ലാം തകർത്തെറിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനൊന്നും ഇല്ലാണ്ടാവും. വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഉറച്ച പാറയിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രത്തിൻ്റെ. നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പിതാമഹന്മാർ ഉറച്ച പാതയിൽ നിൽക്കുന്നു എന്ന് തോന്നലുണ്ടാകണമെന്ന് പറയാറുണ്ട്. ഇതിപ്പം നമ്മുടെ പുതിയ തലമുറയ്ക്കില്ല. നോക്കൂ, എത്ര ദേശീയ ചരിത്രത്തിൽ നമുക്ക് എത്ര വിപ്ലവകാരികളെ നമ്മൾക്ക് പഠിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു ചരിത്രം കൂടിയല്ല, വൈദേശിക ചരിത്രമാണ് കൂടുതൽ. നമ്മൾക്ക് ഇപ്പം മലയാളികളായ എത്ര വിപ്ലവകാരികളെ നമുക്കറിയാം, പുതിയ തലമുറയ്ക്ക് അറിയാം. ഒരു ഞാൻ മനസ്സിലാക്കുന്നത് കുളച്ചിൽ യുദ്ധം, അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചില്ലല്ലോ. ഒരു ഏഷ്യൻ രാജ്യം ആദ്യമായിട്ട് പോർച്ചുഗീസുകാരനെ ഓടിക്കുന്നൊരു യുദ്ധം അല്ലേ? അതെ അതെ, തീർച്ചയായും. ആ ചരിത്രം എവിടെ നമ്മളെ പഠിപ്പിച്ചു? ഇല്ലേ? ലോക ചരിത്രയ്ക്കാണ് കേരളത്തിലായിരിക്കും ആദ്യത്തെ ഒരു ബ്രിട്ടീഷ് കളക്ടറെ കൊല്ലുന്നത് ഒരു മലയാളി. വിപ്ലവകാരികളെ കയറ്റുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ച് ആ പുസ്തകം, മറ്റേ സിനിമ വന്നാണ് നമ്മൾ അറിഞ്ഞു. അദ്ദേഹം ബ്രിട്ടീഷുകാരനെതിരെയുള്ള യുദ്ധവും എല്ലാം നമ്മൾ അറിഞ്ഞു. അതേപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രത്തെ നമ്മൾ മറച്ചു വെച്ചു. നമ്മളുടെ ചരിത്രം തകർത്ത് കളഞ്ഞു, നമ്മളുടെ കഥകൾ വിഷലിപ്തമാക്കുന്നു, നമ്മളുടെ പൈതൃകത്തെ തകർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് BJP പോരാടുന്നത് വെറും ഒരു രാഷ്ട്രീയ വിജയത്തിന് മാത്രമല്ല. ഇറ്റ്സ് എ ലോങ് മാർച്ച്. അപ്പോൾ അതിന് സമയമെടുക്കും. പക്ഷേ തീർച്ചയായും മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. അത്തരത്തിൽ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് വിപ്ലവം, യുവാക്കൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തെറ്റായ ചരിത്ര പഠനത്തെയും തെറ്റായ നരേറ്റീവിനെയും അവർ എതിർക്കും, ഒരു സംശയവുമില്ല. അവർ മുന്നോട്ട് വെച്ച പണ്ടൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങളെയും ചരിത്ര പഠനങ്ങളെയൊക്കെ ഒരു സംശയവുമില്ല അവർ എതിർക്കും, ചോദ്യം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ കോൺഗ്രസും CPM-ഉം ഇവിടെ ഇത്തരം നമ്മുടെ സംസ്കാരങ്ങൾ തകർന്നാലും ഒരു പ്രശ്നവുമില്ല. അതായത് ഹിന്ദുവിൻ്റെ സംസ്കാരം ഇവിടെ നശിച്ചാലും പ്രശ്നമില്ല, ബാക്കിയുള്ള ആളുകളെ എല്ലാം സംരക്ഷിക്കണം എന്നുള്ള നിലപാടാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പം നമ്മുടെ പല ആചാരങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും മൃഗസ്നേഹത്തിൻ്റെയും ഒക്കെ പേരിൽ എതിർക്കപ്പെടുന്നു അവിടെ. പക്ഷേ അതിനെ ഭക്ഷണമാക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ചില ആളുകളുടെ ആചാരങ്ങളിലോ ഒക്കെ വരുമ്പോൾ അതൊരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ അത് അവകാശമാവുന്നു. അപ്പം പക്ഷേ മുത്തലാഖ് പോലുള്ളൊരു വലിയ ഒരു എന്താ പറയുക, അതൊരു വൃത്തികെട്ട ഒരു പരിപാടി. പിന്നെ ഈ മുത്തലാഖ് ഒരു സ്ത്രീയുടെ അഭിമാനത്തെ, അതെ, സ്ത്രീവിരുദ്ധ നിയമമാണ്. സ്ത്രീയുടെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിയമം. അതിനെ മോദി സർക്കാർ നിരോധിച്ചപ്പോൾ അതിനെതിരെ CPM ശബ്ദമുയർത്തുകയാണ്. നോക്കൂ, ഇതിൽ താങ്കൾ പറഞ്ഞതിൽ ചെറിയ കറക്ഷനുണ്ട്. ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും ന്യൂനപക്ഷങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നത്. ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗത്തെ മാത്രമാണ്. ഇപ്പോൾ 80-20 പ്രശ്നത്തിൽ ക്രിസ്ത്യൻ ബിഷപ്പുമാരടക്കം ശക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അവർക്ക് എന്തുകൊണ്ട് ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തിന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന വഖഫ് വിഷയത്തിലും അതിനു മുമ്പ് ലവ് ജിഹാദ് വിഷയത്തിലും ഒക്കെ
ബിഷപ്പുമാർ ശക്തമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം കൃത്യമായി ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജനതയെ ഒരു ന്യൂനപക്ഷത്തെ അല്ല, ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തെ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. അതെന്തുകൊണ്ടാണ്? സാമ്പത്തികമായ നേട്ടം മാത്രമാണ്. പിന്നെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് കുറച്ച് വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയവും പ്രീണ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന സമ്പത്ത്, വലിയ സമ്പത്താണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ എല്ലാം വിദേശ യാത്രകളും പ്രത്യേകിച്ച് ഈ ഗൾഫ് ദുബായ് യാത്രകളും ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അവരുടെ ജീവിതം, അവർ പ്രത്യേകിച്ച് തൊഴിലൊന്നും ചെയ്യാണ്ട് ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നടത്തുമ്പോൾ MLA-മാരും MP-മാരുടെയും പോട്ടെ, മറ്റുള്ളവരുടെ ജീവിത ഈ യാത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കും ഇവരുടെയൊക്കെ ഒരു സമ്പത്ത് പിന്തുണ എന്താണെന്ന്. അപ്പോൾ അത്രയേറെ പണമൊഴുക്കി ഈ നമ്മളുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും നമ്മളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ വരെ വിലക്കെടുക്കുന്ന രീതിയിലായിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം മലയാളികൾ. ഭാവിയിലെ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ഭാവിയിലെ മറ്റേതെങ്കിലും ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പോലെ, കാശ്മീരിലെ പോലെ ആവർത്തിക്കപ്പെടാം ഇങ്ങോട്ടുള്ള ഈ ഓരോ രാഷ്ട്രീയ സൂചനകളും നൽകുന്നതാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇത് വളരെ വ്യക്തമായി ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങേക്ക് എന്താ തോന്നുന്നത്? ഈ ക്രിസ്ത്യൻ ജനവിഭാഗം മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, BJP എവിടെയൊക്കെയാണ് വളരുന്നത്? നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സിറ്റികളിൽ BJP ശക്തമാണ്. ഗ്രാമങ്ങളിലാണ് വളർച്ചയില്ലാത്തത്. അത് ഗ്രാമീണ ജനതയ്ക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടും ഇവർക്ക് വികസനത്തിൻ്റെ മാതൃകകൾ മനസ്സിലാക്കാത്തതുകൊണ്ടും BJP-യെക്കുറിച്ചൊരു തെറ്റായ ധാരണ ഉള്ളതുകൊണ്ടുമാണ്. ഇപ്പോൾ ടൗണുകളിൽ BJP വളരെ ശക്തമാണ്. തകരുന്നത് CPM-ന് എനിക്കറിയാം പനമ്പള്ളി നഗറിൽ ബ്രാഞ്ച് ഉണ്ടാവില്ല, DYFയുടെ യൂണിറ്റ് ഓഫ് കോടികളും ഇല്ല. അപ്പോൾ വികസനം വന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തകരും. അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളിടയിലേക്കും വികസനം വന്നു കഴിഞ്ഞാൽ അവർ ചിന്തിക്കും യഥാർത്ഥത്തിൽ രാജ്യത്തിനും ജനങ്ങൾക്കും നല്ലത് എന്താണെന്ന് മനസ്സിലായാൽ. ഞാൻ വിശ്വസിക്കുന്നു മുസ്ലിം ലീഗിലെ തന്നെ നല്ല ഒരു വിഭാഗം ചെറുപ്പക്കാർ ഇപ്പോൾ BJP-ക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു. തീർച്ചയായും അവർക്ക് മനസ്സിലായി ഇത് ഇവർ പറയുന്ന രാഷ്ട്രീയം, ഇവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞ 50-60 വർഷത്തേക്ക് ഒരു വളർച്ച കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടം കിട്ടി, അല്ലെങ്കിൽ ഇവരുടെ പിതാക്കന്മാർക്ക് എന്ത് നേട്ടം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയാണ്. ഇവരെല്ലാം അടിമകളാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ചിന്താഗതികൾ എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിലുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ കുറച്ചും കൂടി വിദേശത്തൊക്കെ സഞ്ചരിച്ചവർ കുറച്ചും കൂടി നല്ല ചിന്താഗതി വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് ധാരാളം മുസ്ലിം സമുദായത്തിലെ ആളുകൾ ബന്ധപ്പെടുന്നു. അവർ BJP-യിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അവർക്ക് കൂടി ചെറുപ്പക്കാർക്ക്, വലിയ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഞാൻ വിചാരിക്കുന്നു സ്ത്രീകളിൽ നല്ലൊരു ശതമാനം ഇത്തവണ BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ മുത്തലാഖ് വിഷയത്തിൽ എനിക്കൊക്കെ അറിയാവുന്ന ധാരാളം കുടുംബത്തിലെ സ്ത്രീകൾ BJP-ക്ക് വോട്ട് ചെയ്യും, മോഡിക്ക് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമായി അവരുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലെ 2-3 വോട്ട് നിനക്കാണ് കേട്ടോ എന്ന് അവർ തമാശയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു BJP എന്നുള്ളത് ഒരു മതത്തിൻ്റെ പാർട്ടിയായി എന്നുള്ളതൊന്നുമില്ല. വികസനത്തിനും അതേപോലെ തന്നെ ദേശീയതയ്ക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു. വിദ്യാഭ്യാസമുള്ള, കാഴ്ചപ്പാടുള്ള, വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള, ദേശീയ കാഴ്ചപ്പാടുള്ള എല്ലാവരും BJP-ക്ക് അനുകൂലമായിട്ട് വരുന്നു. അതിനെ തടഞ്ഞു നിർത്തുന്നതിൽ കേരളത്തിലെ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ അല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, സത്യാവസ്ഥ കാണാതിരിക്കുക. BJP വിമർശിച്ചോട്ടെ, നരേന്ദ്രമോദിയെ വിമർശിച്ചോട്ടെ, പക്ഷേ ഈ രാജ്യത്തെ തകർക്കുന്ന രീതിയിലുള്ള തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ പഠിച്ചു കാണുമല്ലോ, നിങ്ങളെ ആരാണ് ഭരിക്കുന്നത്? നിങ്ങൾക്ക് ആരെയാണോ വിമർശിക്കാൻ ഭയം, അവരാണ് നിങ്ങളെ ഭരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങളെ ഭരിക്കുന്നത് ആരാണെന്ന് കേരളത്തിലെ ജനത നിശ്ചയിക്കട്ടെ. തീർച്ചയായും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ആരെയാണ് വിമർശിക്കാൻ ഭയം? ആരെ വിമർശിച്ചാലാണ് തെരുവുകൾ കത്തുക? ആരെ വിമർശിച്ചാലാണ് നിങ്ങളുടെ തലകൾ ഉരുളുക എന്ന് പറയുന്നത്? അവരാണ് നിങ്ങളെ ഭരിക്കുന്നത്, അവരെയാണ് നിങ്ങൾക്ക് വിമർശിക്കാൻ ഭയം. മോഡിയെ നിങ്ങൾ നിരന്തരം വിമർശിക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? കേരളത്തിൽ വിമർശിക്കാത്തൊരു മാധ്യമ പ്രവർത്തകൻ പോലും ഉണ്ടാവില്ല. എത്ര അപമര്യാദയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിലെ രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സമയമെടുക്കും, പക്ഷേ എങ്കിലും ഞങ്ങൾ മുന്നോട്ടാണ്. ഒരു സംശയവുമില്ല, വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവുന്നു. ജനങ്ങൾ BJP-യുടെ ഒപ്പം തന്നെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ.
സാർ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമാവുന്നു. എന്തായാലും അതിനൊപ്പം അവസാനമായൊരു കാര്യം ചോദിക്കാനുള്ളത്, ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു മാറ്റം വേണം, അധ്യക്ഷൻ മാറണം, അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘടനാ നേതൃത്വം മാറണം, ശോഭാ സുരേന്ദ്രനൊക്കെ അടക്കമുള്ള ആളുകളെ കുറച്ചുകൂടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള മുറവിളി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പും സന്ദീപ് വാര്യർ വിഷയമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് അതവിടെ മാറ്റിവെക്കാം. ഈ ബി ജെ പിക്കകത്ത് അധ്യക്ഷൻ മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇനി അതല്ലെങ്കിൽ പിന്നെ സംഘടനാ സംവിധാനം ഒരു പൊളിച്ചയത്തിൻ്റെ ആവശ്യകതയിലേക്കൊക്കെ പോകുന്നുണ്ടോ? ഇതിൻ്റെ പൊതുവെ മാധ്യമങ്ങൾ ഒരു വിശ്വാസം അല്ലെങ്കിൽ ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ ഉണ്ട്, അത് കാരണം ഇതെല്ലാം വേണം, ബി ജെ പിയിലും വേണം, ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു വിഭാഗം നിരന്തരമായി ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. രണ്ട്, ഇത് ബി ജെ പിക്കെതിരെയുള്ള, ഇത് ബി ജെ പിയിൽ ഇപ്പോൾ ഏതെങ്കിലും നേതാവ് വന്നാൽ വളരും എന്ന് വിശ്വാസമുള്ളവരല്ല ഈ പറയുന്നത്. ബി ജെ പിയെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാളെ തൊട്ട് പറയുമ്പോൾ PR ശിവശങ്കർ വലിയ നേതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും പടർന്നു പോകലോ എന്നായിരിക്കും. അതൊക്കെ മനസ്സിൽ വെച്ചാൽ അപ്പോൾ ഇത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ വേറെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പ്രവർത്തകർക്ക് അറിയാം, ഞങ്ങളുടെ നേതാക്കൾക്ക് അറിയാം. ഈ പുകഴ്ത്തുമ്പോഴും EMS പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അധികമായിട്ട് ശത്രുക്കൾ പുകഴ്ത്തുന്നത് സൂക്ഷിക്കുക, നിങ്ങൾ തെറ്റായ പാതയിലാണെന്ന്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പഠിക്കേണ്ട കാര്യമാണ്. ശത്രുക്കൾ പുകഴ്ത്തി കഴിഞ്ഞാൽ സൂക്ഷിക്കണം, നിങ്ങൾ തെറ്റായ മാതൃകയിലാണെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, അപ്പം ഒരു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ഈ രാഷ്ട്രീയ പാർട്ടിയെ പിളർത്താനോ അല്ലെങ്കിൽ മറ്റേത് പോകാനുള്ളതൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് RSS അല്ലെങ്കിൽ വ്യക്തികളല്ലല്ലോ സാർ പാർട്ടി, ഒരു സംശയമില്ല. രാംപിള്ള സാറ് പോയിട്ട് പോലും ഒരാളും കൂടെ പോയില്ല. അദ്ദേഹം ഞങ്ങളുടെ എനിക്ക് വളരെ ബഹുമാനമുള്ള, എനിക്ക് ആദരവുള്ള നേതാവാണ്. അതെല്ലാം ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളും വരാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും ഈ പാർട്ടിയിൽ കിട്ടില്ല. അതൊന്നും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. രാഷ്ട്രീയമായിട്ട് അതൊക്കെ ആഗ്രഹമാണ് ചിലരുടെയൊക്കെ. അതൊന്നും ഇപ്പം ഈ അടുത്ത് തന്നെ തെളിയിച്ചല്ലോ, ജീവിതം കൊണ്ട് തെളിയിച്ചു ചിലർ, കൂടെ ആരും വരില്ല എന്ന്. അപ്പോൾ അതൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ ബി ജെ പിയിൽ 3 മാസം 6 വർഷം കൂടുമ്പോഴൊക്കെ തലമുറ മാറ്റങ്ങൾ ഉണ്ടാകാം, അത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെ കൂടുതലും സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകാണ്ട് സമവായത്തിലേക്ക്, ബി ജെ പിയുടെ രീതി അങ്ങനെയാണ്. ഇപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ലീഡർഷിപ്പുകൾ ഇരുന്ന് ഒരു സമവായത്തിലേക്ക് ഇരുന്ന് അത്തരത്തിലുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കും. ഞങ്ങൾ പുതിയ ഒരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും വരും. കൂടുതൽ ചെറുപ്പക്കാർ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു സംശയമില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അത്തരത്തിൽ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ട്, അറിയാം. അത് അവിടെ അവർക്കും ഇനിയും ഇതേ വാർത്തകൾ തന്നെ ഇനിയും കൊടുക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ആ വാക്കുകളെല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി സാർ.